പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് 200 രൂപയിൽ താഴെ മാത്രമുള്ള 2 ഫോഗ് ലാമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. സംഭവം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 എണ്ണം ഉണ്ട്. ആ 15 LED ഫോഗ് ലാമ്പാണ്. ഇതെന്തോ എലി കടിച്ചോ? വന്ന വഴിക്ക് തന്നെ ചെറിയൊരു ഡാമേജ്, ഒരു വയറ് ഡാമേജ് ആയിട്ടുണ്ട്. വെറും 15 LED, വെറും 200 താഴെ, 180 രൂപ. ഇതും 15 LED ആണ്. വാട്ടർ പ്രൂഫ് എന്നൊക്കെയായിരുന്നു എഴുതിയിരിക്കുന്നത്. എന്നാലും നമ്മൾക്ക് ഏകദേശം 200 രൂപയുടെ സാധനത്തിന് ഇത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാനിത് എന്തായാലും കൊള്ളാം. വാട്ടർ പ്രൂഫൊന്നുമല്ല. ഇവിടെ ഹോളൊക്കെ കാണുന്നുണ്ട് ഈ സൈഡിൽ, അടിയിൽ. ഇതുണ്ടോ, ഇതിലെ വെള്ളമൊക്കെ ഉള്ളോട്ട് പോയി. പക്ഷേ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളം കയറുവാണെങ്കിലും ഇതിലെ ഒഴി താഴോട്ട് വന്നോളും. ഞാനിത് വേറൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. നമ്മുടെ കാറിൻ്റെ ഫോഗ് ലാമ്പ് മൊത്തത്തിൽ ഹാലജൻ ബൾബായിരുന്നു, അത് മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് അവിടെ കയറ്റാൻ വേണ്ടിയാണ്. ഹാലജൻ ലാമ്പിന് അറിയില്ല, ഏകദേശം ഒരു ഒരെണ്ണത്തിന് 1500 രൂപ വിലയുണ്ട് അതിൻ്റെ കാറിൻ്റെ ഫോഗ് ലാമ്പിന്. അപ്പോഴത് മാറ്റി ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. മാക്സിമം ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിക്കാം. ഇതിന് പിന്നെ ഓപ്പൺ ബോക്സ് ഒന്നും അല്ല ഇത്. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഫ്ലിപ്കാർട്ട് കുറച്ചും കൂടി ഈസിയാണ് റീഫണ്ടൊക്കെ കിട്ടാൻ വേണ്ടി. ഞാൻ ആമസോണിൽ വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം, ആമസോണിൽ ഈസിയാണ്, പക്ഷേ കോൾ ചെയ്യും, അവർക്ക് ഇമേജസ് വേണം, എന്താ പ്രോബ്ലം എന്നറിയണം, അരമണിക്കൂർ അവരോട് ഇരുന്ന് സംസാരിക്കണം. ഫ്ലിപ്കാർട്ടിലാകുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. റിട്ടേൺ അടിച്ചിട്ടുണ്ട്, ഉടനെ റിട്ടേൺ പോകും. ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ലൈറ്റ്. വളരെ ചെറിയ വയറൊക്കെയാണ്. കൊള്ളാം. എന്തായാലും മറുപുറം കാണാൻ പറ്റുന്ന സൈസുള്ള PCB ആണ്. ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതേപോലത്തെ തന്നെ. പക്ഷേ അതിങ്ങനെയല്ല, അത് നല്ല അലുമിനിയത്തിലുണ്ടായിരുന്നു ഇതിന്. അത് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പം നമ്മൾക്ക് എൻ്റെ ആവശ്യത്തിന് ഇത് മതി. അപ്പോൾ അത് നിങ്ങൾ ഈ ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങിക്കുന്നവർ നോക്കി വാങ്ങിച്ചോളുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിപ്പം ഈ സെയിം സാധനം നിങ്ങൾ 500 രൂപയുടെ ഉണ്ടായിരിക്കും. അതും ഏകദേശം ഈ സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും വരുന്നത്. എന്നാലും ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാണ് വാങ്ങിയത്. നമുക്കറിയാം 100 രൂപയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. സംഭവം എന്തായാലും എല്ലാ LED തെളിയുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ്. എനിക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് വാങ്ങിച്ചതാണ്. നമ്മുടെ ഉപയോഗം ബൈക്ക് ഫിറ്റ് ചെയ്യാനല്ല. ഇത് കാറിൻ്റെ ഫോഗ് ലാമ്പ് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾക്കൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തും എല്ലാ LEDകളും തെളിയുന്നുണ്ട്. നോ പ്രോബ്ലം. നിങ്ങൾക്ക് വല്ല പ്രോജക്റ്റുകളോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി DC-യിൽ ഉപയോഗിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ നോക്കുവാണെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി. വണ്ടിയിൽ വെക്കാൻ വേണ്ടി ആരും വാങ്ങിക്കണ്ട. വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല.
ഇവിടെയൊക്കെ സീലൻ്റൊക്കെ ഇട്ടിട്ട് എനിക്കിത് സീലൻ്റൊക്കെ ഇട്ടിട്ട് ഇതിവിടെ നിന്ന് വാട്ടർ പ്രൂഫും എല്ലാ ഹോളൊക്കെ അടച്ചിട്ട് ഇതിന് നമുക്ക് ഒരു എക്സ്ട്രാ ഹീറ്റ് സിങ്കും കൂടി കൊടുത്തിട്ട് വേണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തീരെ വില കുറഞ്ഞത് അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അല്ലാതെ വില കുറവും നല്ല ക്വാളിറ്റിയുള്ള സാധനമൊന്നും കിട്ടത്തൊന്നുമില്ല ഇവിടെ.